നമസ്കാരം, ഞാൻ ലക്ഷ്മി കാണത്ത്. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ലോക പ്രശസ്തനായിട്ടുള്ള ഒരു വ്യക്തിയാണ്. ആർട്ട് ഓഫ് ലിവിങ് എന്ന് കേൾക്കാത്തവരുണ്ടാവില്ല. നമ്മുടെ ആദരണീയനായിട്ടുള്ള ഗുരുജി ശ്രീ ശ്രീ രവിശങ്കർജി വിശ്വപ്രസിദ്ധമാക്കി മാറ്റിയ ഒരു സംഘടന, എല്ലാവരുടെയും ലോകമെങ്ങുമുള്ളവരുടെ സംഘടന. അതിലെ ഇന്റർനാഷണൽ ടീച്ചർ കൂടിയായിട്ടുള്ള ആദരണീയനായിട്ടുള്ള സജി നിസാൻജിയാണ് ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത്. അദ്ദേഹം അറിയപ്പെടുന്ന ഭഗവത്ഗീത ആചാര്യൻ കൂടിയാണ്. സ്വദേശത്തും വിദേശത്തും, കേരളത്തിലെ ഓരോ ജില്ലകളിലും അതിലുപരി എല്ലാ സംസ്ഥാനത്തും വിദേശത്തുമെല്ലാം ഭഗവത്ഗീത ക്ലാസ്സുകളിലൂടെ എല്ലാവർക്കും സുപരിചിതനായിട്ടുള്ള ശ്രീ സജി നിസാൻജിയെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. സ്വാഗതം ശ്രീ സജി നിസാൻജി. താങ്ക് യു ലക്ഷ്മിജി. ജയ് ഗുരുദേവ്. ഞാനും ഒരു ആർട്ട് ഓഫ് ലിവിങ് ബേസിക് കോഴ്സ് ചെയ്ത വ്യക്തിയാണ്. ഗുരുജിയുടെ ഏറ്റവും വലിയ ആരാധിക കൂടിയാണ്. ഗുരുജി ഞങ്ങൾക്കെല്ലാം വിശ്വഗുരു തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഗുരുജിയുടെ പ്രിയപ്പെട്ട ശിഷ്യൻ കൂടിയായിട്ടുള്ള ശ്രീ സജി നിസാൻജിയെ സ്വാഗതം ചെയ്യുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, അങ്ങ് എന്നോട് പറഞ്ഞത്, മഹാഭാരതത്തിലുള്ള സാർവലൗകികമായിട്ടുള്ള അഥവാ യൂണിവേഴ്സൽ ആയിട്ട് കോർപ്പറേറ്റ് ഫീൽഡിലുള്ളവർക്കായിക്കോട്ടെ, വീട്ടമ്മമാർക്കായിക്കോട്ടെ, കുടുംബിനികൾക്കായിക്കോട്ടെ, എല്ലാ വ്യക്തികൾക്കും പ്രായഭേദമന്യേ ഈ ഒരു കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ഈ ഒരു ശാസ്ത്രയുഗത്തിൽ പോലും ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ പറ്റുന്ന 3 തത്വങ്ങളെ കുറിച്ച് സംസാരിക്കാം എന്നാണ് പറഞ്ഞത്. അതിലേക്ക് ഞാൻ ഉറ്റുനോക്കുകയാണ്. കാരണം അങ്ങയുടെ ഓരോ ടോക്കും വളരെ വ്യത്യസ്തമാണ്. വളരെ ചെറിയ പോയിന്റ്, ചിലപ്പോൾ 2 മിനിറ്റ് ഒക്കെ ആയിരിക്കും അങ്ങ് വന്നിട്ട് ആ ഒരു സന്ദേശം നൽകി പോകുന്നത്. പക്ഷെ നമ്മുടെ മനസ്സിൽ അത് എക്കാലത്ത് നിലനിൽക്കുന്ന രീതിയിലാണ് ആ ഓരോ സന്ദേശങ്ങളും നിൽക്കുക. അത് എനിക്ക് തോന്നുന്നു വിശ്വഗുരു ആയിട്ടുള്ള ശ്രീ ശ്രീ രവിശങ്കർജിയുടെ അനുഗ്രഹം കൂടിയുള്ള ഒരു വ്യക്തി ആയതുകൊണ്ടാണ്, ഗുരുജിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു ശിഷ്യൻ എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. എന്തായാലും അങ്ങ് തുടരും. മഹാഭാരതം തുടങ്ങുന്ന, അതായത് യുദ്ധം തുടങ്ങുന്ന ആ ഒരു മൊമെന്റിൽ നിന്ന് നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്യാം. അധർമ്മത്തിനെതിരെയുള്ള യുദ്ധമാണ്. പട നയിക്കാൻ പോകുന്നത് അർജുനനാണ്. അപ്പോൾ അർജുനനെ വിശ്വസിച്ചുകൊണ്ട് കുറെ പേര് അർജുനന്റെ കൂടെ ചേർന്നിട്ടുണ്ട്. പാണ്ഡവരല്ലാതെ തന്നെ മറ്റു രാജാക്കന്മാരുണ്ട്. എനിക്ക് തോന്നുന്നു മറ്റു രാജ്യങ്ങൾ അണിചേർന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഒരു ലക്ഷക്കണക്കിന് സൈന്യങ്ങൾ അല്ലെങ്കിൽ സൈനികർ അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ട്. അപ്പൊ ഇവരെല്ലാവരും ഉറ്റുനോക്കുന്നത് അർജുനൻ എന്ന ലീഡറിനെയാണ്. അർജുനനാണ് അവരെ സംബന്ധിച്ചിടത്തോളം കേപ്പബിൾ ടു വിൻ ദ വാർ ഫോർ ദം, അല്ലെങ്കിൽ ആ അധർമ്മത്തിനെതിരെ യുദ്ധം ജയിക്കാനുള്ള കപ്പാസിറ്റി ഉള്ള ഒരാളായിട്ട് കാണുന്നത്. പൂർണ്ണ വിശ്വാസത്തോടു കൂടിയിട്ട് അവർ അർജുനന്റെ കൂടെ ചേർന്നിരിക്കുകയാണ്. ഈ അധർമ്മത്തിനെതിരെയുള്ള യുദ്ധം അർജുനനെ നയിക്കാൻ പറ്റും, അർജുനനെ ജയിക്കാൻ പറ്റുമെന്ന്. പക്ഷെ ആ യുദ്ധം തുടങ്ങുന്ന മൊമെന്റിലാണ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ അർജുനൻ ചില ബന്ധങ്ങളും ചില റിലേറ്റീവ്സിനെയും ചില ബന്ധങ്ങളോടുള്ള ബന്ധനങ്ങളിലും അറ്റാച്ച്മെന്റ്സിലും അർജുനൻ അവിടെ ഇമോഷണൽ ആവുകയാണ്. അപ്പോ അർജുനന്റെ ഇമോഷൻസ് ആണ് പിന്നെ അർജുനനെ ഡ്രൈവ് ചെയ്യണത്. അതോടുകൂടി അർജുനന്റെ കമ്മിറ്റ്മെന്റിൽ നിന്ന്, പ്രതിബദ്ധതയാണ് ഈ യുദ്ധത്തിൽ ലീഡ് ചെയ്യുക എന്നുള്ളത്. അർജുനന്റെ ഏറ്റവും വലിയ ഉത്തരവാദിത്വമാണ്, അർജുനന്റെ പ്രതിബദ്ധതയാണ് ഈ യുദ്ധത്തെ നയിക്കുക എന്നുള്ളത്. നേതൃസ്ഥാനത്തിൽ നിന്ന് നയിക്കേണ്ട ഒരാളാണ് അർജുനൻ. അപ്പൊ അങ്ങനെയുള്ള ഒരു നേതാവിന് പെട്ടെന്ന് ഈ ഇങ്ങനത്തെ വികാരങ്ങളിൽ പെട്ട് ഇത്തരം ഇമോഷൻസിൽ പെട്ടിട്ട് അദ്ദേഹത്തിന്റെ പ്രതിബദ്ധതയിൽ നിന്ന് പിന്മാറുന്നതിൽ നിന്നാണല്ലോ നമ്മുടെ കൃഷ്ണ ഭഗവാന്റെ രംഗപ്രവേശം, അങ്ങനെയാണല്ലോ ഭഗവത്ഗീത സംഭവിക്കണം. അപ്പൊ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇത് നമ്മളെല്ലാവരും ദൈനംദിന ജീവിതത്തിൽ സ്ഥിരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. കാരണം നമ്മൾ പലപ്പോഴും നമ്മുടെ ഉത്തരവാദിത്വത്തെ മറന്ന് നമ്മുടെ വികാരങ്ങൾക്കും നമ്മുടെ വികാര വിക്ഷോഭങ്ങൾക്കും നമ്മുടെ ഇമോഷൻസിനും പ്രാധാന്യം കൊടുത്ത് പലപ്പോഴും മറ്റുള്ളവരെയും കൂടി വിഷമിപ്പിക്കാറുണ്ട്. ഞാൻ 1-2 സിറ്റുവേഷൻസ് ഞാൻ പറയാം. ഇപ്പൊ ഒരു ഉദാഹരണമായിട്ട് ഞാൻ പറയണേ. ഇപ്പൊ ഒരു കമ്പനിയുടെ ഓണർ അമ്മമ്മ മരിച്ചു എന്നുള്ള ആ ദുഃഖത്തില് ശമ്പളം വൈകിക്കുകയാണെങ്കിലോ ജോലിക്കാർക്ക്, കാരണം എനിക്ക് ഓഫീസിലോട്ടൊന്നും വരാൻ സമയമില്ല, ഞാൻ എൻ്റെ അമ്മമ്മയായിട്ട് അറ്റാച്ച്ഡ് ആയിരുന്നു, ഇപ്പൊ ഞാൻ ആകെ ഇമോഷണലി തകർന്നിരിക്കുകയാണ്, എന്നെ കുറച്ച് ദിവസത്തേക്ക് നോക്കണ്ടെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഓഫീസിൽ പോകാതിരിക്കുന്നു, അദ്ദേഹം ആ ശമ്പളം കൊടുക്കേണ്ട സമയത്ത് കൊടുക്കാതിരിക്കുന്നു, അമ്മമ്മയുടെ പേരും പറഞ്ഞിട്ട്. അത് പക്ഷെ അദ്ദേഹത്തിന്റെ ദുഃഖം വളരെ സ്വകാര്യമായിട്ടുള്ള കാര്യമാണ്. പക്ഷെ അദ്ദേഹം ഒരു കടമ നിറവേറ്റേണ്ടത് ഒരുപാട് പേരെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ ദുഃഖം, പേഴ്സണൽ ആയിട്ടുള്ള ഒരു ഇമോഷൻ അദ്ദേഹത്തിന്റെ റെസ്പോൺസിബിലിറ്റിനെ ബാധിക്കുമ്പോൾ അത് എത്ര പേരെയാണ് വേദനിപ്പിക്കുന്നത്? കറക്റ്റ് അല്ലേ സ്വർണ്ണം? നമ്മൾ പല സിറ്റുവേഷനിലും കണ്ടിട്ടുണ്ട് ആൾക്കാർ ഇങ്ങനെ ഇമോഷൻസിന് പ്രാധാന്യം കൊടുത്ത് അവരുടെ റെസ്പോൺസിബിലിറ്റിയിൽ നിന്ന് അല്ലെങ്കിൽ അവരുടെ ഉത്തരവാദിത്തങ്ങളിൽ നിന്നോ അവരുടെ പ്രതിബദ്ധതയിൽ നിന്നോ മാറി നിൽക്കുന്നത് നമ്മൾ ഇഷ്ടംപോലെ കാണുന്ന കാഴ്ചയാണ്. ഒരു പ്രേമനൈരാശ്യം വന്നു വെച്ചിട്ട് പഠിത്തം നിർത്തുന്ന പിള്ളേരെ നമ്മൾ കണ്ടിട്ടില്ല, അല്ലെങ്കിൽ പഠിത്തത്തിൽ ഉഴപ്പുന്ന പിള്ളേരെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ പഠിക്കുക എന്നുള്ളത് അവരുടെ പ്രതിബദ്ധതയാണ്. പക്ഷെ ഈ പ്രേമനൈരാശ്യം എന്നുള്ള സംഭവം, ആ ഇമോഷൻ അവരുടെ പ്രതിബദ്ധതയെ ബാധിക്കുമ്പോഴാണ് അവരുടെ ഭാവിക്ക് പ്രശ്നം ഉണ്ടാവുന്നത്. ഇല്ല, ഞാൻ പറഞ്ഞ മനസ്സിലാവുണ്ടല്ലോ.
കാരണം നമ്മളെപ്പോഴും ഈ അർജുനന് സംഭവിച്ചത് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഒരു തവണയെങ്കിലും അല്ലെങ്കിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. കാരണം പലപ്പോഴും നമ്മളുടെ ഇമോഷൻസിന്റെ ഉത്തരവാദി നമ്മൾ മാത്രമാണ്. അല്ലേ? കറക്റ്റ് അല്ലേ സ്വർണ്ണോ? നമ്മൾ ഇമോഷണലി ഡൗൺ ആണെങ്കിൽ അതിന് വേറൊരാളെ പഴിച്ചത് കൊണ്ടോ വേറൊരാളെയും കൂടി അപ്സെറ്റ് ആക്കിയത് കൊണ്ടോ യാതൊരു കാര്യമില്ല. ഇതാണ് നമ്മൾ വേറെ ചെയ്യുന്ന ഒരു കാര്യം. അതായത് നമ്മൾ ഇമോഷണലി ഡൗൺ ആണെങ്കിൽ, നമ്മളിപ്പോ സങ്കടപ്പെട്ടിരിക്കുകയാണ്, ദുഃഖിച്ചിരിക്കുകയാണ്, ദേഷ്യപ്പെട്ടിരിക്കുകയാണെങ്കിൽ നമ്മൾ വേറൊരാളെയും കൂടി നമ്മളുടെ അവസ്ഥയിലേക്ക് എത്തിച്ചാലേ നമുക്ക് സമാധാനമാവുള്ളൂ. അത് പ്രത്യേകിച്ച് നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആൾക്കാരെ, അതായത് നമ്മൾ ദുഃഖിച്ചിരിക്കുകയാണെങ്കിൽ നമ്മുടെ കൂടെയുള്ളവരെല്ലാവരും ദുഃഖിച്ചിരിക്കണം എന്നെന്തോ വാശിയുള്ള പോലെയാണ് നമുക്ക്. അല്ലെങ്കിൽ നമ്മൾ അവരെ ദുഃഖിപ്പിക്കാനുള്ള കാര്യങ്ങൾ നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ ഒരു ദുഃഖത്തിന് ഒരു കമ്പനി വേണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് നമ്മൾ ചുരുക്കി പറഞ്ഞാൽ. അപ്പോൾ ഞാൻ പറഞ്ഞത് ആ ഇമോഷൻസ്, ഓഫ് കോഴ്സ് എല്ലാ മനുഷ്യർക്കും ഇമോഷൻസ് ഉണ്ടാവും. നമ്മളൊക്കെ മനുഷ്യരാണ്, നമുക്ക് ഫീലിങ്സും ഇമോഷൻസ് ഉണ്ടാവും. അത് നെഗറ്റീവ് ഇമോഷൻസും എല്ലാം ഉണ്ടാവും. സങ്കടവും ദുഃഖവും നിരാശയും പക വൈരാഗ്യം ഒക്കെ നമ്മളിലൂടെ കടന്നു പോകും. പക്ഷെ അത് നമ്മുടെ ഉത്തരവാദിത്വത്തിനെ ബാധിക്കുമ്പോൾ, അത് നമ്മുടെ പ്രതിബദ്ധതയെ ബാധിക്കുമ്പോൾ, അത് നമ്മൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന പ്രവൃത്തിയെ ബാധിക്കുമ്പോഴാണ് അത് മറ്റുള്ളവർക്കും കൂടി ബുദ്ധിമുട്ടാവുന്ന ഒരു സംഭവമായിട്ട് മാറുന്നത്. ശരിയല്ലേ? യെസ് ഓർ നോ? അപ്പൊ ഞാൻ ഈ മഹാഭാരതത്തിൽ നിന്നുള്ള ആദ്യത്തെ സന്ദേശമായിട്ട് എനിക്ക് തോന്നുന്നത്, ഒന്ന്, നമ്മുടെ ഇമോഷൻസ് ഷുഡ് നോട്ട് ഇഫക്റ്റ് അവർ കമ്മിറ്റ്മെന്റ്. ഇല്ല, കറക്റ്റ് അല്ലേ? അതായത് നമ്മളുടെ വികാരങ്ങള്, നമ്മള് വൈകാരിക തലത്തിൽ എടുക്കുന്ന കാര്യങ്ങൾ, അതൊന്നും ഒരിക്കലും നമ്മളുടെ പ്രവൃത്തിനെ, നമ്മുടെ ആക്ഷനെ, നമ്മുടെ പ്രതിബദ്ധതയെ, നമ്മുടെ ഉത്തരവാദിത്തത്തെ ബാധിക്കാതിരിക്കുക എന്നുള്ളതാണ് മഹാഭാരതം നമ്മളെ ആദ്യം പഠിപ്പിക്കുന്ന പാഠമായിട്ട് എനിക്ക് തോന്നുന്നത്. രണ്ടാമത്തെ ഒരു തത്വം ആയിട്ട് നമ്മുടെ ലൈഫിൽ എപ്പോഴും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന രണ്ടാമത്തെ ഒരു തത്വം എന്ന് പറയുന്നത്, നോക്ക്, നമ്മൾ ഒരു കാര്യത്തിൽ ഉത്തരവാദിത്തം ഏറ്റെടുത്തു കഴിഞ്ഞാൽ, നമ്മൾ ഏറ്റെടുക്കുമ്പോഴുള്ള സാഹചര്യം ആയിരിക്കില്ല എപ്പോഴും ഉണ്ടാകുന്ന സാഹചര്യങ്ങൾ ചിലപ്പോൾ മാറിക്കൊണ്ടിരിക്കും. പക്ഷെ ചില ആൾക്കാർ ഈ സിറ്റുവേഷൻ മാറുമ്പോൾ, സർക്കംസ്റ്റൻസസ് മാറുമ്പോൾ നമ്മളുടെ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഇങ്ങനെ വിഡ്രോ ചെയ്യുന്ന, നമ്മളുടെ കമ്മിറ്റ്മെന്റിൽ നിന്ന് വിഡ്രോ ചെയ്യുന്ന ഒരു സ്വഭാവം നമുക്കുണ്ട്. അതായത് ശരിക്കും നമ്മളുടെ പ്രതിബദ്ധത എന്ന് പറയുന്നത് അൺകണ്ടീഷണൽ ആവണം, ഉപാധികളില്ലാത്തതാണ്. അവിടെ അർജുനന്റെ പ്രതിബദ്ധത ഒരിക്കലും അൺകണ്ടീഷണൽ ആയിരുന്നില്ല. അതായത് അദ്ദേഹം ഒരു വലിയ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് ഇത് നയിച്ചോളാം എന്നുള്ള പ്രതിബദ്ധത ഏറ്റെടുത്തിട്ട് അദ്ദേഹം വിചാരിക്കാത്ത ഒരു സിറ്റുവേഷനാണ് ഫ്രണ്ടിൽ നിന്ന് കണ്ടപ്പോ, സാഹചര്യമാണ് ഫ്രണ്ടിൽ നിന്ന് കണ്ടപ്പോ അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന് അങ്ങോട്ട് പിന്മാറുകയാണ്. അപ്പൊ അങ്ങനെ പിന്മാറുകയാണെങ്കിൽ അത് എത്ര പേര് പിന്നീട് സഫർ ചെയ്യുന്ന ഒരു വലിയ എന്താ പറയാ, ഒരു തകർച്ചയിലേക്കായിരിക്കും ഒരുപാട് ആൾക്കാരെ എത്തിക്കാൻ പോകുന്നത്. ഒരു വലിയ നിരാശയിലേക്ക്, വലിയ വേദനയിലേക്കായിരിക്കും നമ്മൾ സാഹചര്യം മാറുമ്പോൾ, നമ്മൾ ഏറ്റെടുത്ത ഉത്തരവാദിത്തത്തിൽ നിന്ന് നമ്മൾ പിന്മാറുമ്പോൾ. അപ്പൊ അത് നമ്മൾ ജീവിതത്തിൽ എപ്പോഴും ചെയ്യുന്ന ഒരു കാര്യമാണ്. അതായത് നമ്മൾ ഏറ്റെടുക്കുമ്പോൾ ഉണ്ടാവുന്ന സാഹചര്യം ആയിരിക്കില്ല ചിലപ്പോൾ ഉണ്ടാവുന്നത്. ചിലപ്പോൾ നമുക്കൊരു ചെറിയ അസുഖങ്ങൾ വരാം, ചിലപ്പോൾ നമുക്ക് യാത്ര ചെയ്യാനായിട്ട് ചിലപ്പോൾ അസൗകര്യങ്ങൾ വരാം, ചിലപ്പോൾ നമ്മൾ വിചാരിച്ച പോലത്തെ ഒരാളായിരിക്കില്ല നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്നത്. പക്ഷെ ഇതൊന്നും എനിക്ക് പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് നമ്മൾ ആ ഏറ്റെടുത്ത ഉത്തരവാദിത്തത്തിൽ നിന്ന്, ഏറ്റെടുത്ത പ്രതിബദ്ധതയിൽ നിന്ന് നമ്മൾ പിന്മാറുമ്പോ അതോടുകൂടി നമ്മളുടെ വിശ്വാസ്യത നഷ്ടപ്പെടുകയാണ്, നമ്മുടെ ക്രെഡിബിലിറ്റി നഷ്ടപ്പെടുകയാണ്. പിന്നെ നമ്മളെ ആരും വിശ്വസിക്കാണ്ടായും മാറുകയാണ്. കറക്റ്റല്ലേ സ്വർണ്ണം? നമ്മൾ തന്നെ നമ്മുടെ മുമ്പിൽ നമുക്ക് തന്നെ ഒരു സെൽഫ് റെസ്പെക്ട് ഇല്ലാണ്ടായി പോവാണ്, നമ്മുടെ സ്വാഭിമാനം കുറഞ്ഞു പോവാണ്. പലപ്പോഴും നമ്മൾ കണ്ടിട്ടുള്ളതാണ്, ഞാൻ വിചാരിച്ച് അവരെല്ലാം എന്റെ കൂടെ ഉണ്ടാവും എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ ഉത്തരവാദിത്തം ഏറ്റെടുത്തത്. പക്ഷെ അവരൊന്നും ഇപ്പൊ എന്റെ കൂടെ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഈ ഉത്തരവാദിത്തത്തിൽ നിന്ന് പിന്മാറുന്നു. അങ്ങനെ നമ്മൾ ഒരുപാട് എക്സ്ക്യൂസുകൾ, അതായത് സാഹചര്യം നമ്മൾ ഏറ്റെടുക്കുമ്പോഴുള്ള അല്ല, പിന്നീട് സാഹചര്യം മാറുമ്പോൾ നമ്മൾ അങ്ങനെ തന്നെ നമ്മുടെ ഉത്തരവാദിത്തത്തിൽ നിന്ന് പിന്മാറിയിട്ട് ഒരുപാട് പേരെ വിഷമിപ്പിക്കുന്ന അവസ്ഥ പലപ്പോഴും ഒരുപാട് ആൾക്കാർ ചെയ്യുന്നത് നമ്മൾ നമ്മുടെ ലൈഫിൽ കണ്ടിട്ടുണ്ട്. ഇല്ല, കറക്റ്റ് അല്ലേ സ്വർണ്ണം? അപ്പോ ഇതാണ് രണ്ടാമത്തെ തത്വമായിട്ട് എനിക്ക് തോന്നുന്നത്. നമ്മുടെ ഉത്തരവാദിത്തം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മുടെ പ്രതിബദ്ധത, നമ്മുടെ കമ്മിറ്റ്മെന്റ് എന്ന് പറയുന്നത് അൺകണ്ടീഷണൽ ആവണം. എന്ന് വെച്ചാൽ സിറ്റുവേഷൻ മാറിക്കോട്ടെ, സിറ്റുവേഷൻ അനുകൂലമായിക്കോട്ടെ, സിറ്റുവേഷൻ പ്രതികൂലമായിക്കൊള്ളട്ടെ, നമ്മൾ ഏറ്റെടുത്ത ഒരു കാര്യത്തിലോടുമായിട്ട് മുന്നോട്ട് പോകാന്നുള്ളതാണ്. ഇതാണ് അവിടെ അർജുനന് പറ്റിയ രണ്ടാമത്തെ തെറ്റ്. അർജുനൻ വലിയ കാര്യത്തിന് ഉത്തരവാദിത്തം ഏറ്റെടുത്തു, യുദ്ധം തോൽപ്പിക്കും, യുദ്ധം നയിക്കും, ഞാനായിട്ട് കൗരവരെ എന്താ പറയാ ഇല്ലാതാക്കും എന്നൊക്കെ പറഞ്ഞ ആള് പെട്ടെന്ന് സിറ്റുവേഷൻ മാറിയതോടുകൂടിയിട്ട് ഈ ഏറ്റെടുത്ത എല്ലാ ഉത്തരവാദിത്തത്തിൽ നിന്നും പിന്മാറുകയാണ്. അപ്പൊ ഈ അർജുനൻ കാണിച്ച ഈ സ്വഭാവം നമ്മള് ഒരുപാട് തവണ കാണിച്ചിട്ടുണ്ട്. നമ്മൾ കാണിക്കുമ്പോഴൊക്കെ അത് മറ്റുള്ളവർക്ക് വേദനയായിട്ടുണ്ട്, മറ്റുള്ളവർ നമ്മളോട് കാണിക്കുമ്പോഴും നമുക്കും വേദനയായിട്ടുണ്ട്. ഇല്ല, കറക്റ്റ് അല്ലേ സാറിന്? അപ്പൊ ഇതാണ് എനിക്ക് രണ്ടാമത്തെ ഒരു മഹാഭാരത തരുന്ന ഒരു ലെസൺ ആയിട്ട് എനിക്ക് തോന്നുന്നത്. തീർച്ചയായിട്ടും ആദ്യത്തത് അങ്ങ് അവതരിപ്പിച്ചത്, നമ്മള് വികാരങ്ങൾ എന്ത് തന്നെയാണെങ്കിലും അത് സ്ഥിരമായിട്ട് ഇരിക്കാൻ പാടില്ല. നമ്മൾ അത് പെട്ടെന്ന് തന്നെ നമ്മുടെ സെൻസസിലോട്ട് വന്ന് നമ്മുടെ ഉത്തരവാദിത്വ ബോധം ഉണ്ടാകണം എന്നുള്ളതാണ്. രണ്ടാമത്തെ തത്വമായിട്ട് അങ്ങ് പറഞ്ഞത്, ഏത് സാഹചര്യങ്ങളിലും അൺകണ്ടീഷണൽ ആയിരിക്കണം. അതായത് നമ്മൾക്ക് മുമ്പിൽ പ്രതികൂലമായിട്ടോ അനുകൂലമായിട്ടോ ഉള്ള സാഹചര്യമാണെങ്കിലും നമ്മൾ
ഉത്തരവാദിത്വത്തിൽ നിന്ന് മാറരുത് എന്നുള്ളതാണ്. അത് വളരെ മനോഹരമായിട്ട് ഈ മഹാഭാരതത്തിലെ ഈ 2 തത്വങ്ങളും എക്കാലത്തേക്കും എല്ലാവർക്കും ബാധകമായിട്ടുള്ളതാണ്. അത് എനിക്ക് തോന്നുന്നു വിശ്വഗുരുവായിട്ടുള്ള ശ്രീ ശ്രീ രവിശങ്കർജിയുടെ അനുഗ്രഹമുള്ള ഇന്റർനാഷണൽ ടീച്ചർ ആയതുകൊണ്ടായിരിക്കും വളരെ മനോഹരമായിട്ട് അങ്ങ് ഈ സന്ദേശങ്ങൾ ജനങ്ങൾക്കിടയിൽ എത്തിക്കാൻ അങ്ങേക്ക് സാധിക്കുന്നു. മഹാഭാരതത്തിലെ 3ാമത്തെ തത്വം, അതായത് എല്ലാ വ്യക്തികൾക്കും കോർപ്പറേറ്റ് ഫീൽഡിലുള്ളവർക്കോ ബിസിനസ്സുകാർക്കോ അതെന്ന് വേണ്ട ഒരു സാധാരണ വീട്ടമ്മയായിട്ടോ അല്ലെങ്കിൽ ഒരു കുടുംബത്തിന് പോലും ബാധകമായിട്ടുള്ള സാർവലൗകികമായിട്ടുള്ള യൂണിവേഴ്സൽ ആയിട്ട് പ്രാക്ടിക്കലായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു തത്വത്തെ കുറിച്ചാണ് സംസാരിക്കുന്നത്. സ്വാഗതം സജീനി സഞ്ജി, തുടർന്നോളൂ. നോക്ക്, 3ാമതൊരു തത്വമായിട്ട് എനിക്ക് തോന്നുന്നത്, നമ്മളെപ്പോഴും ഒരു തീരുമാനത്തിൽ നിന്ന് അല്ലെങ്കിൽ ഒരു ഉത്തരവാദിത്തത്തിൽ നിന്ന് നമ്മൾ പിന്മാറുന്നതിന്റെ ഒരു പ്രധാന കാരണം ഞാൻ എനിക്ക് വേണ്ടി ചെയ്യുന്നു എന്നുള്ള ചിന്ത വരുമ്പോഴാണ്. അതായത് ഞാൻ എനിക്ക് വേണ്ടി വ്യായാമം ചെയ്യുമ്പോഴാണല്ലോ നമുക്ക് വ്യായാമം ചെയ്യാനായിട്ട് മടി, അല്ലെങ്കിൽ ഞാൻ എനിക്ക് വേണ്ടി പ്രവർത്തിക്കുമ്പോഴാണ് നമുക്ക് പലതും ചെയ്യാൻ നമുക്ക് മടി തോന്നുന്നത്. ഇപ്പോൾ രാത്രി മുഴുവൻ ഇരുന്ന് നമ്മൾ പരീക്ഷ വരുമ്പോൾ പഠിക്കാനുള്ള നമുക്കൊരു മടി തോന്നാറുണ്ട്. എല്ലാവരും അങ്ങനെ ചെയ്യാറില്ല. വളരെ അപൂർവം കുട്ടികൾ മാത്രമേ അങ്ങനെ ഫുള്ളൊക്കെ ഇരുന്ന് പഠിക്കുകയുള്ളൂ. ഞാൻ പറഞ്ഞത് അത് തെറ്റായ, അത് ശരിയായ പഠന രീതി എന്നൊന്നുമല്ല, ഞാനൊരു ഉദാഹരണത്തിന് അങ്ങനെ പറയുന്നുള്ളൂ. പഠന രീതി അത് നല്ലതാണോ തെറ്റാണോ എന്നല്ല ഞാനിവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോ ഒരു പരീക്ഷ വരുമ്പോൾ കുറെ സമയം ഇരിക്കുന്നതിനെ കുറിച്ച് മാത്രം ഉദാഹരണമാക്കിയാൽ മതി. നമ്മളൊരു കാര്യം ആലോചിച്ച് നോക്കി, നമ്മൾ നമുക്ക് വേണ്ടി ചെയ്യുമ്പോഴാണ് നമുക്ക് പലപ്പോഴും മടി ചെയ്യുന്നതും നമ്മൾ ഏറ്റെടുക്കുന്ന കാര്യങ്ങളിൽ നിന്നും പിന്മാറുന്നത്. പക്ഷെ നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ചെയ്യണമെന്ന് ആലോചിച്ച് നോക്കി, എന്നാൽ നമുക്ക് കുറച്ചും കൂടി കൂടുതൽ കാര്യമായിട്ട് പ്രവർത്തിക്കാൻ സാധിക്കും. ഇപ്പൊ ഒരു 1-2 ഉദാഹരണങ്ങൾ. ഇപ്പൊ ഒരു ഒരു സുഖമില്ലാണ്ടിരിക്കുന്ന ഒരു കുട്ടി, ആ കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടി, കൊച്ചുകുട്ടി, അതിന് വലിയ അസുഖമൊന്നുമില്ല, കുഞ്ഞു കുട്ടിക്ക് എന്തോ ചെറിയ അസുഖം. ആ കുട്ടിയുടെ അസുഖം അതിന് ഉറങ്ങാൻ പറ്റാത്തതുകൊണ്ടോ അതിന് ഡിസ്റ്റർബൻസ് ഉള്ളതുകൊണ്ടോ അമ്മ ഒരു പരാതിയില്ലാതെ ഒരു ക്ഷീണമില്ലാതെ രാത്രി മുഴുവനും ഉണർന്നിരിക്കും ആ കുട്ടിക്ക് വേണ്ടിയിട്ടില്ല. കറക്റ്റ് അല്ലേ സ്വർണ്ണോ? കാരണം ആ കുട്ടി, ആ അമ്മയ്ക്ക് വേണ്ടിയിട്ടല്ല ഇരിക്കണത്, കുട്ടിക്ക് വേണ്ടിയിട്ടാണ് ഇരിക്കുന്നത്. അപ്പൊ കുട്ടിക്ക് വേണ്ടിയിട്ടാവുമ്പോൾ അമ്മക്ക് എത്ര നേരം വേണമെങ്കിലും ഇരിക്കാൻ സാധിക്കും. ഇല്ലേ? കറക്റ്റ് അല്ലേ ലക്ഷ്മിജി? അതുപോലെ തന്നെ എനിക്കൊരു ലേഡി ഡോക്ടർ എന്റെ ഒരു ക്ലാസ്സിലിരിക്കെ വന്നപ്പോൾ പറഞ്ഞിരുന്നു, സാർ എനിക്ക് ഡ്രൈവിംഗ് അറിയാം, പക്ഷെ വണ്ടി ഓടിക്കാൻ ഭയങ്കര പേടിയാണ്, അതുകൊണ്ട് ഞാൻ വണ്ടി ഓടിക്കാറില്ല. ഡ്രൈവിംഗ് ഒക്കെ അറിയാം, പക്ഷെ വണ്ടി ഓടിക്കാറില്ല. എന്നിട്ട് ഒരിക്കൽ ഒരു അനുഭവം ഉണ്ടായി. അവരുടെ വീട്ടില് വൈകുന്നേരം കഴിഞ്ഞാൽ ഡ്രൈവേഴ്സ് ഒക്കെ പോകും. അപ്പോ ഒരു ദിവസം വൈകുന്നേരം ഒരു 8 മണിക്ക് ശേഷം, 8 മണിക്കോ 9 മണിക്കോ ശേഷം അവരുടെ ഹസ്ബൻഡിന് ഒരു അറ്റാക്ക് വരികയാണ്. അപ്പൊ ഇവര് ഡോക്ടർ ആയതുകൊണ്ട് വേഗം മനസ്സിലായി ഇത് അറ്റാക്കിന്റെ സൈൻ ആണെന്ന്. അങ്ങനെ ഇവര് അവിടെ ഡ്രൈവേഴ്സ് ആരും ഇല്ല. അവര് പറയാണ്, ഞാൻ ട്രിവാൻഡ്രം സിറ്റിയില് ഈ വയ്യാത്ത ഹസ്ബൻഡിനെ എടുത്തിട്ട് ഞാൻ ഡ്രൈവ് ചെയ്തു. അതും ഞാൻ ഇന്നവര് ആരും അങ്ങനത്തെ സ്പീഡിൽ ഓടിക്കുന്ന കാറിൽ ഞാൻ ഇരുന്നിട്ടില്ല. അത്രയും സ്പീഡില് ഞാൻ വണ്ടി ഓടിച്ച് അദ്ദേഹത്തെ ഹോസ്പിറ്റലിൽ എത്തിച്ചു, അദ്ദേഹത്തിന്റെ ജീവൻ രക്ഷിക്കാൻ സാധിച്ചു. അപ്പൊ എവിടെ നിന്നാണ് നമുക്ക് വേണ്ടി ഓടിക്കാൻ തോന്നുമ്പോൾ നമുക്ക് ധൈര്യം വരാത്തതും വേറൊരാൾക്കൊരു എമർജൻസി വരുമ്പോൾ നമുക്ക് ഓടിക്കാനുള്ള ധൈര്യം വരുന്നത്? അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, പലപ്പോഴും നമ്മൾ ഈ നമുക്ക് വേണ്ടി എന്നുള്ള ചിന്ത മാറ്റി വെച്ചിട്ടേ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുകയാണ് ഞാൻ എന്നുള്ള ചിന്ത വരുമ്പോൾ എനിക്ക് തോന്നുന്നു നമുക്ക് നമ്മളുടെ ഉത്തരവാദിത്തങ്ങൾ കുറച്ചും കൂടി നന്നായിട്ട് ചെയ്യാൻ സാധിക്കും. ഇപ്പൊ മഹാഭാരതത്തിലൊരു ഉദാഹരണമായിട്ട് പറയാവുന്നത്, കൊട്ടാര സന്നിധിയിൽ ഇത്രയും മഹാന്മാരുടെ മുന്നിലാണ് ദ്രൗപദി വസ്ത്രാക്ഷേപം ചെയ്യപ്പെട്ടത്, അത് അർദ്ധനഗ്നയായപ്പെട്ടത്. അതും ദുര്യോധനൻ ലീഡ് ചെയ്തൊരു സംഭവം, അല്ലെങ്കിൽ ദുശാസനൻ, വാട്ടെവർ, അവരൊക്കെ കൂട്ടുനിന്നിട്ടുള്ള ഒരു കാര്യം. അപ്പൊ ഞാൻ എപ്പോഴും ഇങ്ങനെ ആലോചിക്കും, അങ്ങനെയുള്ള ഒരാള്, അതായത് ഒരു സ്ത്രീയെ ഈ രീതിയിൽ അപമാനിക്കുന്ന ഒരാള് ഒരു രാജ്യത്തിന്റെ രാജാവായിട്ട് വരികയാണെങ്കിൽ പിന്നെ ആ രാജ്യത്തെ സ്ത്രീകൾക്ക് എന്ത് സുരക്ഷയാണ് ഉള്ളത്? അല്ലെ? കറക്റ്റ് അല്ലേ സ്വർണം? അപ്പൊ ഇവിടെ അർജുനൻ ആലോചിക്കേണ്ട ഒരു ചിന്ത ഇതായിരുന്നു, ഇത് എനിക്ക് വേണ്ടി ചെയ്യേണ്ട യുദ്ധമല്ല, ഞാൻ ഈ രാജ്യത്തിലെ ഓരോ സ്ത്രീകൾക്കും അവരെ ആശ്രയിച്ചിരിക്കുന്ന ഓരോ കുഞ്ഞുങ്ങൾക്കും വേണ്ടിയിട്ട് ഞാൻ ചെയ്യേണ്ട യുദ്ധമാണെന്നും കൂടി അർജുനൻ ആലോചിച്ചിരുന്നെങ്കിൽ അർജുനന് വേണ്ടി എന്നുള്ള ചിന്ത, അല്ലെങ്കിൽ ഞാൻ ആണ് യുദ്ധം ചെയ്യാൻ പോണത് എന്റെ രാജ്യ നേട്ടത്തിന് വേണ്ടിയിട്ട്, എനിക്ക് ഭൂമി സ്വന്തമാക്കാൻ എന്നുള്ള ചിന്ത ഒന്ന് മാറ്റി വെച്ചിട്ട് ഞാൻ ഈ യുദ്ധം ചെയ്യണത് ഒരുപാട് പേരെ രക്ഷിക്കാനാണെന്നുള്ളൊരു ചിന്ത വന്നിരുന്നെങ്കിൽ അർജുനൻ യുദ്ധത്തിന് ഒന്നും ആലോചിക്കാതെ തയ്യാറാകുമായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആലോചിക്കുകയാണെങ്കിൽ നമുക്ക് വേണ്ടി എന്ന് വിചാരിക്കുമ്പോഴാണ് നമ്മൾ പലപ്പോഴും എല്ലാം മുടക്കുന്നത്. നേരെ മറിച്ച് നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവർക്ക് വേണ്ടിയിട്ടാണ് നമ്മളിത് ചെയ്യണമെന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് അത് കൂടുതൽ ഊർജ്ജസ്വലതയോടുകൂടി ചെയ്യാൻ പറ്റുന്നതാണ് 3ാമത്തെ തത്വമായിട്ട് എനിക്ക് തോന്നുന്നത്. അപ്പൊ 3 തത്വങ്ങളാണ് നമ്മൾ ഇവിടെ പറഞ്ഞു വന്നത്. താങ്ക് യു. വളരെ പ്രസക്തമായിട്ടുള്ള ഒരു പോയിന്റ് ആണ് അങ്ങ് പറഞ്ഞത്. എനിക്ക് തോന്നുന്നു BEd ആണെന്ന് തോന്നുന്നു പഠിപ്പിക്കുന്നത്. സാധാരണ പറയാറുണ്ട്, നമ്മൾ തനിയെ പഠിക്കണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ പഠിക്കുന്നതിനേക്കാൾ കൂടുതൽ പഠിപ്പിക്കാനായിട്ട് നമ്മൾ പഠിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ പഠിക്കൂ എന്ന് പറയും. വേറൊരു വ്യക്തിയെ പഠിപ്പിക്കാൻ വേണ്ടിയാണ് എന്നുള്ള രീതിയിൽ ഏതൊരു വിഷയവും എടുത്തു കഴിഞ്ഞാൽ നമ്മൾ കൂടുതൽ പഠിക്കും എന്ന് പറയാറുണ്ട്, ടീച്ചേഴ്സ് ഒക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ
നമുക്ക് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ ഉള്ളതിന്റെ 100 ഇരട്ടി ഊർജ്ജമാണ് നമ്മൾ വലിയൊരു കോസിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ വലിയൊരു ആശയത്തിന് വേണ്ടി വലിയൊരു സമൂഹത്തിന് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ നമ്മൾക്ക് കിട്ടുന്നത്. ഏറ്റവും മനോഹരമായിട്ട് മഹാഭാരതത്തിലെ ഈ ഒരു കഥാസന്ദർഭത്തിനെ എടുത്തിട്ട് അതിന്റെ പ്രായോഗിക തത്വം യൂണിവേഴ്സൽ ആയിട്ട് എല്ലാവർക്കും സാർവലൗകികമായിട്ട് ഉൾപ്പെടുത്താവുന്ന രീതിയിൽ, ഉൾക്കൊള്ളാവുന്ന രീതിയിൽ, അത് പ്രായോഗികമാക്കാൻ പറ്റുന്ന രീതിയിൽ ആർട്ട് ഓഫ് ലിവിങ്ങിന്റെ ഇന്റർനാഷണൽ ടീച്ചറായിട്ടുള്ള ശ്രീ സജി നിസാൻജി നമുക്ക് വേണ്ടി അവതരിപ്പിച്ചു. അതിമനോഹരമായിട്ടുള്ള ഈ ഒരു വിവരണത്തിന് എന്റെ പേരിലും പ്രേക്ഷകരുടെ പേരിലും ഞാൻ നന്ദി അർപ്പിക്കുകയാണ്. താങ്ക് യു സജി നിസാൻജി.